മഅദനിക്ക് മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ അനുമതി. 5 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് മഅദനിക്ക് ജയിൽ മോചനം. ബംഗളൂരുവിലെ പ്രത്യേക കോടതിയാണ് വിധി പുറപ്പെടുവിച്ചത്. കോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. 2 വർഷമായി കർണാടകയിലെ പരപ്പന അഗ്രഹാര ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുകയാണ് അബ്ദുൽ നാസർ മഅദനി. ബംഗളൂരു സ്ഫോടന കേസിലെ 31ാം പ്രതിയാണ് മഅദനി. മകൾ സമീറയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിനാണ് മഅദനി ജാമ്യത്തിന് അപേക്ഷിച്ചത്. കർശന ഉപാധികളോടെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ മാർച്ച് 8 വെള്ളിയാഴ്ച മുതൽ 12 ചൊവ്വാഴ്ച വരെ 5 ദിവസത്തേക്കാണ് മഅദനിയെ നാട്ടിലെത്തിക്കുക. മാധ്യമപ്രവർത്തകരെ കാണരുത്, കർണാടക പോലീസ് അകമ്പടിയോടെ മാത്രമേ യാത്ര ചെയ്യാവൂ, മകളുടെ വിവാഹ ചടങ്ങുകളിൽ മാത്രമേ പങ്കെടുക്കാവൂ തുടങ്ങിയവയാണ് ഉപാധികൾ. അസുഖബാധിതനായ പിതാവിനെ കാണാൻ പ്രത്യേക അനുമതി നൽകിയിട്ടുണ്ട്. പ്രത്യേക കോടതി ജഡ്ജി HR ശ്രീനിവാസനാണ് വിധി പുറപ്പെടുവിച്ചത്. അതേസമയം മഅദനിക്ക് ജാമ്യം അനുവദിക്കുന്നതിന് നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനും കർണാടക സർക്കാരിന് കത്തെഴുതിയിരുന്നു. ഇക്കാര്യം മഅദനിയുടെ അഭിഭാഷകൻ കോടതിയെ ധരിപ്പിച്ചു. എന്നാൽ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മഅദനിക്ക് വേണ്ടി കത്തെഴുതിയത് അദ്ദേഹത്തിന് കേരളത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനത്തിന് തെളിവാണെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. ഇസ്ലാമിക നിയമപ്രകാരം മകളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കേണ്ടത് പിതാവാണ്. മഅദനി ജീവിച്ചിരിക്കെ അത് മറ്റൊരാൾ ചെയ്യേണ്ടി വരുന്നത് ദുഃഖകരമാണെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ വാദിച്ചു. വെള്ളിയാഴ്ച രാവിലെ വിമാനമാർഗം മഅദനിയെ നാട്ടിലെത്തിക്കുമെന്ന് ജസ്റ്റിസ് ഫോർ മഅദനി ഫോറം ഭാരവാഹികൾ പറഞ്ഞു. ശനിയാഴ്ചയാണ് കൊല്ലം കൊട്ടിയം സുമയ്യ ഓഡിറ്റോറിയത്തിൽ മഅദനിയുടെ മകളുടെ വിവാഹം നടക്കുന്നത്. ന്യൂസ് ഡെസ്ക് മീഡിയ 1. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ടാണ് വാപ്പച്ചിക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചതെന്ന് മഅദനിയുടെ മകൾ സമീറ. വാപ്പച്ചിയെ കാണാൻ അതിയായ ആഗ്രഹമുണ്ടെന്നും സമീറ പറഞ്ഞു. എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോഴും എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അപ്പായെ കാണാൻ പറ്റുമെന്നുള്ളത്. ഇത് കിട്ടിയ സത്യം ഇപ്പോൾ സ്വപ്നലോകത്താണോ എന്ന് പോലും എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ എന്താ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം വാപ്പച്ചിയെ കാണട്ടെ, കണ്ടിട്ട് പറയാം. തിരിച്ചു വിടരുതെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എന്നാലും നമ്മളോടുള്ള ആ വിശ്വാസം കൊണ്ട് വാപ്പച്ചി പുറത്തു വിട്ടു. വാപ്പച്ചി തിരിച്ചയക്കാതിരിക്കുന്നതും നമ്മളോടുള്ള വിശ്വാസയോഗ്യത നഷ്ടപ്പെട്ടു പോവുകയാണ്. അപ്പോൾ പിന്നെ എന്താ ഒരുപാട് ദുഃഖം പറയുന്നതിന് തന്നെ ഒരുപാട് സങ്കടമുണ്ട്. വാപ്പച്ചി തിരിച്ച് പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ, വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളല്ലേ ഉള്ളൂ എന്ന് ഓർക്കുമ്പോൾ വളരെ സങ്കടമുണ്ട്. ഈ ഒരു അവസരം തന്ന അള്ളാഹുവിനോട് ഞാൻ നന്ദി പറയുന്നു. അള്ളാഹുവിനോടാണ് ആദ്യം നന്ദി പറയാനുള്ളത്. പിന്നീട് ഇതിനായിട്ട് സഹകരിച്ച എല്ലാ മന്ത്രിമാർ. പിന്നെ മഅദനിയുടെ ജാമ്യം കേരളത്തിന്റെ പൊതു ആവശ്യമായിരുന്നെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. വിധിയിൽ സന്തോഷമുണ്ടെന്നും കോടതി നിർദ്ദേശിക്കുന്ന എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുമെന്നും അദ്ദേഹം മീഡിയ 1നോട് പറഞ്ഞു. അബ്ദുൽ നാസർ മഅദനിക്ക് ജാമ്യം അനുവദിക്കണം എന്നുള്ളത് കേരളത്തിന്റെ പൊതുവായ ഒരു ആവശ്യമായിരുന്നു. ആ ആവശ്യം പരസ്യമായി തന്നെ കേരള ഗവൺമെന്റ് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പോ ജാമ്യം അനുവദിക്കാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തു. അതിൽ സന്തോഷമുണ്ട്. കോടതിയുടെ ഡിസിഷൻ വന്നാൽ കോടതിയുടെ തീരുമാനം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെന്റ് ബാധ്യസ്ഥമാണ്. ഗവൺമെന്റ് അത് ചെയ്യുകയും ചെയ്യും. ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും സംസ്ഥാനത്ത് ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചെയ്യും. മഅദനിക്ക് മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ET മുഹമ്മദ് ബഷീർ. ഇത് അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നതിന്റെ തുടർച്ചയാവട്ടെ എന്നും ET ഡൽഹിയിൽ പറഞ്ഞു. അബ്ദുൽ നാസർ മഅദനി സാഹിബിന് ജാമ്യം കിട്ടി എന്നത് എനിക്കതിൽ വളരെ സന്തോഷം തോന്നുകയാണ്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടണമെന്ന് ഞാൻ വളരെ ആഗ്രഹിച്ചിരുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഈ കാര്യം നേരത്തെ കർണാടക മുഖ്യമന്ത്രി, കർണാടക ഗവർണർ എന്നിവരുമായി നേരിട്ട് സംസാരിക്കാനും അതിനുശേഷം ഇന്നലെ പാർലമെൻറ്റിൽ ഈ കാര്യം ശക്തിയായിട്ട് ഉന്നയിക്കാനും കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വളരെ 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 അനിവാര്യമായ ഒരു കാര്യമാണ് അത് ചെയ്തതെന്ന് എനിക്ക് തോന്നുകയാണ്. 11 കൊല്ലക്കാലം നീതി നിഷേധിച്ച ഒരു വ്യക്തിക്ക് നീതി കിട്ടുന്നതിൻ്റെ തുടക്കം എന്നുള്ള നിലയിൽ ഇതിനെ പ്രത്യേകമായിട്ട് കാണാവുന്നതാണ്. കുവൈത്തിൽ വിസ ഏജന്റുമാർ